നീ ഇത്ര നാളും ജോലി ചെയ്ത പോലത്തെ കാടല്ല ഇത്. നീ കൂടുതലും നിന്ന് പ്ലാന്റേഷനുകളിലാണ്. കുറേ കൂടി അങ്ങോട്ട് പോകുന്തോറും കാട് കാണാൻ നല്ല ഭംഗിയാണ്. ഓരോ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്നതോറും സൂക്ഷിക്കണം. ഇഴഞ്ഞു വന്ന് കൊത്താൻ പറ്റിയതും ഓടി വന്ന് കടിച്ചു കീറാൻ പറ്റിയതൊക്കെ ഇവിടെ ഉണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 ഇവിടെ വച്ച് തീർന്നു പോയതാ. എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. ആ, കേൾക്കണവർക്കൊരു കഥയായിരിക്കും. അതെന്താ ചേട്ടൻ അങ്ങനെ പറഞ്ഞേ? ആ, നിനക്കാ കഥയൊക്കെ അറിയാമെന്നല്ലേ പറഞ്ഞത്. സന്തോഷേ, നിനക്ക് ഇവിടം ശരിക്കും അറിയാഞ്ഞിട്ടാ. പാമ്പിൻ്റെ കടിയേറ്റ് 2 പേരും മരിച്ചെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. കടിയേറ്റ നിമിഷ നേരം കൊണ്ട് മരിക്കുന്ന അതിഭീകരമായ വിഷപ്പാമ്പുകളുള്ള കാടാണിത്. പാമ്പ് കടിച്ച് മരിച്ചു എന്നുള്ളതൊക്കെ ഓക്കെ, പക്ഷെ അവരുടെ കയ്യും കാലും തലയും അതെങ്ങനെയാണ് കാണാതായത്? കൊമോഡോ ഡ്രാഗൺ. കൊമോഡോ ഡ്രാഗണോ? രാജൻ എന്താണ് ഈ പറയുന്നത്? കൊമോഡോ ഡ്രാഗൺ അത് നമ്മുടെ കേരളത്തിലെ വനങ്ങളിലുണ്ടോ? ഇന്തോനേഷ്യയിലെ വനങ്ങളിലെ ചില ദ്വീപുകളിലാണതുള്ളത്. പൊതുവേ കേരളത്തിലെ വനങ്ങളിൽ അതില്ല. പക്ഷെ ഈ കാട്ടിലതുണ്ട്. 1-2 തവണ ഈ സാധനത്തിനെ കണ്ടതാ. ഞാൻ ആ സാബുസാറിന് വേണ്ടി ആ പുള്ളിക്കങ്ങ് വിശ്വാസമാവണില്ല. ഞാൻ തള്ളു പറയാമെന്നാണ് പറയണേ. രാജേട്ടാ, പറയണോണ്ടൊന്നും വിചാരിക്കരുത്. രാജേട്ടൻ പൊതുവേ ഒരു തള്ളുവേരനാണെന്നാണ് ഈ നാട്ടിൽ പരക്കെയുള്ളൊരു സംസാര വിഷയം. നമുക്ക് ഈ മാർട്ടിലൂടെ ക്ലോസ് ചെയ്യാം. ഞാൻ നിന്നെ വിളിപ്പിച്ചതേ, ഞാൻ ഇനി റിട്ടയർഡ് ആവാൻ 1 വർഷം കൂടി ഉള്ളൂ. അതിനു മുമ്പ് ഒരുത്തനിട്ടൊരു പണി കൊടുക്കണം. പണിയെന്ന് പറഞ്ഞാൽ അതോടെ തീരണം അവൻ. എന്നെ വിളിച്ചപ്പോഴേ അപ്പം തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ആരാണ് ആള്? ചവരപ്പൻ എന്നാണ് ആ നാരയുടെ പേര്. പകൽ വെളിച്ചത്തിൽ പോലും നമ്മളെ വഴിതെറ്റിക്കാൻ കഴിവുള്ളവൻ ചീറ്റി വരുന്ന വിഷപ്പാമ്പുകളെപ്പോലും ഒരൊറ്റ നോട്ടത്തിൽ നിശ്ചലമാക്കും. മന്ത്രവാദിയാണോ? മന്ത്രവാദമോ എന്തോ എനിക്കറിയില്ല. പക്ഷെ അയാളെ ആരും വിശ്വസിക്കരുത്. ഇവിടെ 2 ഫോറസ്റ്റുകാർ മരിച്ചത് പാമ്പ് കടിയേറ്റാണെന്നാണ് എല്ലാവരും പറയണത്. പക്ഷെ എനിക്കെന്തോ ഒരു സംശയം, ചവരപ്പൻ കൊല്ലിച്ചാണോ എന്ന്. ആ പ്രശ്നമൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ചവരപ്പനെ തീർക്കണം എന്ന് പറയാനുള്ള കാരണം എന്താ? അതാണ് എനിക്ക് അറിയേണ്ടത്.
എടാ ഈ കാടിൻ്റെ ബോർഡർ ഏരിയയിൽ താമസിക്കുന്ന ഒരു പെണ്ണ്, അവൾ സ്ഥിരം ഇവിടെ വിറക് ഇറക്കാൻ വരും. നിങ്ങൾക്ക് പറയാൻ പാടില്ലേ? എത്ര പറഞ്ഞാലും കേൾക്കില്ല ഇങ്ങോട്ട് വരരുതെന്ന്. ഇവിടെ വന്നുള്ള തടിയൊക്കെ അത് മുഴുവനും വെട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് അവളിങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഒരു ദിവസം ഞാൻ ചെറിയൊരു പണി കൊടുത്തു. എന്ത് ചെയ്ത്? അവളെ ഞാനൊന്ന് കയറി പിടിച്ചു. അത് ഈ ചവരപ്പന്നാറ് കണ്ടുകൊണ്ട് വന്നു. സാബ് ഇപ്പം ലീവിലാ. അയാൾ വരാൻ നേരത്തെ ഇവൻ ചെന്നത് അവിടെ പറഞ്ഞു കൊടുക്കും. അതോടെ എൻ്റെ ജോലിക്കാര്യത്തിലൊരു തീരുമാനമാവും. അപ്പോൾ അയാൾ എപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട് അല്ലേ? അയാൾ ഈ കാട്ടിലെ ചപ്പും ചവറും പച്ചലൊക്കെ പറിച്ച് മരുന്ന് കടയിൽ കൊണ്ട് കൊടുത്ത് അവിടെ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ടൊക്കെ ജീവിക്കണം. ഇങ്ങേരെ ഇപ്പോൾ കാണാൻ എന്തോ ഒരു വഴി. ജോ ജോ ഒന്നിങ്ങോട്ട് വന്നേ. നമ്മൾ രണ്ടുപേരും കൂടെയുള്ള ഫോട്ടോ നമുക്ക് ഫാമിലി ഗ്രൂപ്പിലിടാം. അതിനിവിടെ ഫോണിന് റേഞ്ച് ഇല്ലല്ലോ. ആ എടുത്തോ, പിന്നെ ഇടാം. ജോ നാട്ടിൽ വന്ന കാര്യം ഞാനാരോടും പറഞ്ഞിട്ടില്ല. അതെന്താ നീ പറയാതിരുന്നേ? പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കറക്കത്തിന് ജോനെ കിട്ടിയല്ല. നിങ്ങൾ കൂട്ടുകാർ പലതും പ്ലാൻ ചെയ്തങ്ങ് പോവും. എൻ്റെ 1-2 സെൽഫി എടുക്കണം. മസ്കറ്റിൽ 1-2 ദുരന്തങ്ങളുണ്ട്, അവന്മാർക്ക് അയച്ചു കൊടുക്കാനാ. ഇവിടെയൊക്കെ എന്തൊരു വൈബാണല്ലേ. ശരിക്കും പറഞ്ഞാൽ സിറ്റി ലൈഫൊക്കെ ഭയങ്കര ബോറാ. എനിക്ക് ഈ കാട്ടിൽ വന്ന് എൻജോയ് ചെയ്യുന്നോട് പ്രത്യേക താല്പര്യമൊന്നുമില്ല. നിന്റെ ഓരോ ഭ്രാന്ത്, അല്ലാതെ എന്നാ പറയാനാ? എൻ്റെ ജോ, ഈ കാടും കടലും അത് പറഞ്ഞ ജോയ്ക്ക് മനസ്സിലാവില്ല. ആരോ പാലത്തിന്റെ അടിയിൽ നിന്ന് കമ്പ് വെച്ചെറിഞ്ഞ്. എനിക്കറിയില്ല. ഫോൺ താഴേക്ക് പോയി. ഫോൺ പോയോ? ആരാത്? ഒന്നിങ്ങ് വന്നേ, നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം. ഇവിടെ ആരും ഇല്ലല്ലോ ജോ. ആൻസി, നമ്മുടെ പുറകെ ആരും ഉണ്ട്. ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര ബുദ്ധിയല്ല കേട്ടോ. അപ്പൊ ഫോൺ ഫോൺ പോണെങ്കിൽ പോട്ടെ, നീ അങ്ങ് നടന്നേ. അയ്യോ ജോ, നമ്മുടെ വണ്ടി എന്തേ? ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പുറകെ ആരും ഉണ്ടെന്ന്. ഫോണിലാണെങ്കിൽ റേഞ്ചും ഇല്ല. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അറിയിക്കാന്ന്. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് നീ എന്ത് പറയാനാണ്? നമ്മുടെ ഫോണും വണ്ടി ആരും മോഷ്ടിച്ചു എന്ന് പറയും. ഫോറസ്റ്റിലേക്ക് അനധികൃതമായി വലിഞ്ഞു കയറിയെന്ന് പറഞ്ഞ് അവര് നമ്മളെ പിടിച്ച് അകത്തിടും. അപ്പൊ ഫോണും വണ്ടി പൊക്കോട്ടെ എന്നാണോ? നീ ഇങ്ങോട്ട് വന്നേ, വണ്ടി ഫോണൊക്കെ എങ്ങോട്ടെങ്കിലും പോട്ടെ. അയാളുടെ മുഖം ഒന്ന് കാണാൻ പറ്റിയില്ല. ഒരു മിനിറ്റ്. ഇയാളിത് എങ്ങോട്ട് പോവാ? എന്താണോ ഇയാൾക്ക് ചെവി കേൾക്കൂലേ? താൻ ആരോട് ചോദിച്ചട്ടെ ഈ കാട്ടിൽ കയറിയത്? നിന്റെ അപ്പൻ്റെ വകയാണോടാ ഈ കാള്? അതോ ചത്തുപോയ നിന്റെ പെണ്ണുമ്പിള്ളക്ക് സ്ത്രീധനം കിട്ടിയ വകയോ? നീ ഇവിടെ കണ്ട കൊന്നുകളെ നിന്നെ തോന്നി. കൊടുങ്ങല്ലൂരുകാരൻ സന്തോഷ് അല്ലേ? ഇറക്കുമതിയാണെന്നറിയാം. ആരാന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നിന്റെ വീട്ടിലാരൊക്കെ ഉണ്ടടാ? എന്തേ? അല്ല, നീ ചത്തുമലന്ന് കിടക്കുമ്പോഴേ കരയാൻ അരികത്താരെങ്കിലും വേണ്ടേ? ഞാൻ പറഞ്ഞില്ലേ ചവരപ്പം നമ്മൾ വിചാരിക്കുന്ന ആളല്ലെന്ന്. നിന്റെ ഭ്രാന്ത് കേട്ട് ഇറങ്ങി തിരിച്ചതാ എനിക്ക് പറ്റിയ അബദ്ധം. ജോ, ഇങ്ങനൊക്കെ സംഭവിക്കുമെന്ന് ഓർത്താണോ?
ചോറ വർത്താനം കേട്ടാ തോന്നും ഞാനെന്തോ മനഃപൂർവ്വം ചെയ്താന്ന്. 10 ദിവസം നാട്ടിൽ നിൽക്കാന്നോർത്താ വന്നത്. അതെങ്ങനെയാ ഈ കാട്ടി കിടന്ന് തെണ്ടി തിരിയാനാ യോഗം? വാ, ഈ വഴി പോയി നോക്കാം. അതേ, എന്താ നിന്റെ പ്ലാൻ? എന്നോടും കൂടി ഒന്ന് പറ. അയാളെ കൊന്നാ പോരാ, കൊന്ന് പീസ് പീസാക്കി ചെന്നായിക്കിട്ട് കൊടുക്കണം. അതെന്ത് വേണേ ചെയ്യും, എങ്ങനെ ചെയ്യും, എപ്പോൾ ചെയ്യും, ആദ്യം അത് പറ. രാത്രി അയാൾ വീട്ടിൽ ഒറ്റയ്ക്കാന്നല്ലേ പറഞ്ഞു? അതെ. ആൻസി, ഏത് രീതിയിലാണ് ശരി, അത് പെട്ടെന്ന് ചെയ്തിരിക്കും. സാബു സാറ് വരുന്നതിന് മുമ്പ് കഥ തീർത്തിട്ടില്ല. ചേട്ടൻ ടെൻഷൻ അടിക്കാതിരിക്കുക. ഇപ്പം ഇത് എൻ്റെയും കൂടി പ്രശ്നമാണ്. സന്തോഷ് കൈവച്ചിട്ടുള്ള ഒരു കേസും ഒരു പോലീസ് ഫോറസ്റ്റ് ഗാർഡാ നിൽക്കുന്നേ. നമ്മളെ കണ്ട പ്രശ്നവും. എന്റെ ജോ, ഇങ്ങനെ പേടിക്കാൻ പോയാലാ പ്രശ്നം. ഏത് വഴിയാ വന്നത്, എങ്ങോട്ടാ പോകുന്നതെന്ന് ഒരു പിടുത്തമില്ല. നമുക്ക് അവരോട് ചോദിക്കാം, വരുന്നിടത്ത് വെച്ച് കാണാം. ജീവനുണ്ടെങ്കിൽ ഈ കാട്ടിക്കിടന്നെങ്കിലും നട്ടം തിരിയാൻ എന്നെ കൊണ്ട് വയ്യ. ഇങ്ങോട്ട് വന്നേ. ചേട്ടനെന്താ എന്നെ വിശ്വാസമല്ലേ? ആരാ നീ? എന്താണ് അവർ കാര്യം? ഏതാ നീയൊക്കെ ചോദിച്ചിട്ടില്ലേ? സാറേ, ഞങ്ങൾ കാട് കാണാൻ വേണ്ടി വന്നതാ. ഇപ്പൊ ഇവിടുന്ന് എങ്ങനെ പുറത്തേക്ക് പോകണ്ടേന്ന് അറിയില്ല. വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. കുറേ നാൾ അകത്ത് കിടന്ന് കഴിയുമ്പോൾ വഴിയൊക്കെ താനേ പഠിക്കും. കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ. നീയൊക്കെ എന്തിനാണ് ഇവിടെ വന്നേ? സത്യം പറയടി, നീ എന്താ പരിങ്ങണേ? എന്താ രണ്ടും കൂടെ ഇവിടെ പരിപാടി? സൂക്ഷിച്ച് സംസാരിക്കണം. എടി ബോഡി എന്നൊക്കെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി. നീയൊക്കെ ഇനി വീട് കാണുമില്ല, ഞാൻ കാണിച്ചു തരാം. നിന്റെയൊക്കെ കയ്യിരുന്ന് തോക്കൻ്റെയാടാ. അയ്യോ സാറേ, ഞങ്ങളുടെ തോക്കൊന്നുമില്ല. ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും. നീയൊക്കെ എന്താ വിചാരിച്ചേ? നടക്കണം ഇങ്ങോട്ട്. എൻ്റെ സാറേ വന്നേ, അവരറിയാതെ വന്നാലേ ക്ഷമിക്കുന്നു. ഞാൻ സംസാരിക്കാൻ നീ. അതെ, എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്ക്. ഫോറസ്റ്റ് സംബന്ധമായ കേസാ, ഊരി പോരാൻ പറ്റില്ല. ക്യാഷ് എത്രയെന്ന് വെച്ചാ ഞാൻ കൊടുക്കാം. അതെ, സത്യം പറ, ഇത് നിന്റെ പ്രോപ്പർട്ടി തന്നെയാണോ? കാശ് പുള്ളിക്ക് വേണ്ട. തൽക്കാലം ഈ മുതലിനെ ഇച്ചിരി നേരം കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കേണ്ടി വരും. എടാ പട്ടി! ചേട്ടാ, വേഗം വാ. ജോ, എങ്ങോട്ടെന്ന് വെച്ചാ നമ്മളീ പോകുന്നത്? എനിക്കറിയില്ല നമ്മളെങ്ങനെ ഈ കാട്ടിൽ നിന്ന് പുറത്തേക്ക് കിടക്കണേന്ന്. എനിക്കൊരു പിടുത്തവും കിട്ടണില്ല. പേടിക്കണ്ട, ഞാൻ നിങ്ങൾ ഉപദ്രവിക്കാൻ വന്നതൊന്നുമല്ല. നിങ്ങൾ ആരാ, എവിടെന്നാ വരുന്നത്? ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വരുന്നതാ. ഞങ്ങളുടെ ഫോണും വണ്ടിയൊക്കെ ആരും എടുത്തുകൊണ്ട് പോയി. ഇവിടെയൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് ആരും വരാറില്ലല്ലോ. ആരാണെന്ന് നിങ്ങൾ കണ്ടോ? ആരാണെന്നറിയില്ല. അത് ഞങ്ങൾ ഇവിടുത്തെ ഫോറസ്റ്റുകാരോട് പറഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് മോശമായിട്ട് പെരുമാറി. അവിടെ ഓടി വരുന്ന വഴിയാ. അവർ ഞങ്ങളെ കണ്ട് ഉറപ്പായി എന്തെങ്കിലും ചെയ്യും. നിങ്ങൾക്ക് ഈ കാടിൻ്റെ പുറത്ത് കിടക്കണമെങ്കിൽ കാടിൻ്റെ അടിവാരം ഭാഗത്ത് ചെല്ലണം. ഇത് ചെമ്പങ്കാടിൻ്റെ മൊട്ടക്കുന്ന് ഭാഗമോ. ഇവിടെ നിന്ന് ഒരുപാട് പോകണം. അഥവാ നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ ശ്രമിച്ചാലും അവർ നിങ്ങളെ പിടിക്കും. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. എന്നെ വിശ്വാസമാണെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ തങ്ങാം. എന്നിട്ട് നാളെ രാവിലെ പോകാം. അതല്ലാതെ ഇപ്പം പോണത് അപകടമാണ്. അത് വേണ്ട. ഞങ്ങൾ എങ്ങനെയെങ്കിലും പൊക്കോളാം. ആ, എന്നാ പിന്നെ നിങ്ങളുടെ ഇഷ്ടം. സൂക്ഷിക്കണം, അവരപകടകാരികളാ.
അതെ, ഞങ്ങൾക്കിപ്പോൾ ആരും വിശ്വാസമില്ല, അതുകൊണ്ടാണ് വരുന്നില്ല എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എന്നെ വിശ്വാസമാണെങ്കിൽ എൻ്റെ കൂടെ വരാം. ഈ വീട്ടിലെങ്ങനെ കാരണവർ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? ആ മകനെ സമ്മതിക്കണം. പ്രായമായ അച്ഛനും ഒറ്റയ്ക്കിട്ടിട്ട് ഭാര്യ വീട്ടിൽ പോയി നിൽക്കുന്നത്. ഈ മനുഷ്യനില്ലായിരുന്നെങ്കിൽ നമുക്കിന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയനെ. സത്യം പറഞ്ഞ ജോ, എനിക്ക് ആ മനുഷ്യനെ കണ്ടിട്ട് പാവം തോന്നുന്നു. പുറത്തൊക്കെ ഭയങ്കര ഇരുട്ടാ. ഇവിടെ കാട്ടാനെയും കാട്ടുപന്നിയൊക്കെ നിറയെ കാണും. ഈ കാടിൻ്റെ എന്തൊരു വല്ലാത്ത ഒച്ചയാണ് ഇവിടെയൊക്കെ. തണുക്കുന്നുണ്ട് ജോ നന്നായിട്ട്. എന്നാലും ആരായിരിക്കും നമ്മുടെ വണ്ടി ഫോണും ഒക്കെ എടുത്തോണ്ട് പോയത്? എന്താ ആലോചിക്കുന്നത്? ഈ ഉണക്കമീൻ കൂട്ടി കഞ്ഞി കഴിക്കാൻ നല്ല രുചിയുണ്ട് കേട്ടോ. മകൻ വഴക്കിട്ട് പോയതാണോ അതോ കുറച്ച് ദിവസം ഭാര്യ വീട്ടിൽ നിൽക്കാൻ പോയതാണോ? ജനനത്തിൽ തന്നെ ചിലതിനെ മരണം കീഴ്പ്പെടുത്തും. ഉപകാരമില്ലാത്ത ഒന്നിനെയും മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ കൊണ്ടടക്കാറില്ല. നിങ്ങൾക്കെന്നെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇവിടെ വന്നു. എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. ഹൻസി, നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? ഉറക്കൊന്നും വരുന്നില്ല. നാളെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വീട്ടുകാരോട് എന്താ പറയുക? അവരിപ്പോൾ നമ്മളെ ഫോണിൽ വിളിക്കുന്നുണ്ടാവും. എന്നോട് പറയാതെ രാത്രി ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങരുത് കേട്ടോ. ഏയ് ഇല്ല. ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് കേട്ടോ. എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്ന പോലെ. ജോ ഗുളിക കഴിക്കുന്നില്ലേ? ആ, വർക്ക് സൈറ്റിൽ എപ്പോഴും ഗുളിക കഴിക്കുന്ന കാര്യം മറന്നു പോകും. ഫോണിൽ അലാറം വെച്ചാൽ എപ്പോഴും ഗുളിക കഴിക്കാറ്. ഹൻസി, ആ കേൾക്കുന്ന ഫോണിന്റെ ശബ്ദം എൻ്റെ ഫോണിൻ്റെയാ. ജോ, ഗുളിക കഴിക്കാൻ വെക്കുന്ന ഫോണിന്റെ അല അല്ലേ അത്? ആ, എൻ്റെ ഫോണിന്റെ ശബ്ദ. നോക്കണ്ട, നിങ്ങളുടെ ഫോണും വണ്ടിയും തട്ടിയെടുത്ത ഞാൻ തന്നെയാ. ഇവിടെ ഫോണിന് റേഞ്ചില്ല, ഇത് അലാമാണല്ലേ. വാടിയും കൂട്. അയ്യോ അയ്യോ, വേണ്ട, ഒന്നും ചെയ്യല്ലേ.
വേണ്ട വേണ്ട. ഞാൻ നിങ്ങളൊന്നും ചെയ്യില്ല. എനിക്ക് പറയാനുള്ള മുഴുവൻ കേക്ക്, എന്നിട്ട് തീരുമാനിക്കേ ഇവിടുന്ന് പോണോ വേണ്ടയോ. സ്വാർത്ഥനാ ഞാൻ. എന്നേക്കാൾ സ്വാർത്ഥന എൻ്റെ മോൻ. അവനവൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോയിരിക്കുക, എന്നെ ഈ വീട്ടിൽ ഒറ്റക്കിട്ടിട്ട്. പകല് മുഴുവൻ കാട് കയറി ഇറങ്ങി കിടക്കണ എനിക്ക് ഈ വീട്ടിൽ ഒറ്റയ്ക്ക് രാത്രി ഇരിക്കാൻ പേടിയാണ്. കുഞ്ഞുനാൾ മുതലേ രാത്രി നേട്ടം എനിക്ക് പേടിയാ. നിങ്ങൾക്കറിയോ എത്ര ദിവസമെന്നറിയോ ഞാനൊന്ന് ഉറങ്ങിയിട്ട്? അതിനു വേണ്ടിയാ ഞാൻ ഈ പാട് മുഴുവൻ നിങ്ങളുടെ ഫോണും വണ്ടിയൊക്കെ ഞാൻ തട്ടിയെടുത്തു. ഈ ഒരു രാത്രിയെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കിടന്നുകൂടെ? ഇനി നിങ്ങൾ തീരുമാനിക്കേ ഇവിടെ നിന്ന് പോണോ വേണ്ടെന്ന്. എന്റെ ഫോണിങ് തന്നെ, എന്റെ ഫോണിങ് തരാൻ. വണ്ടി എവിടെ? ഞങ്ങളുടെ വണ്ടി എവിടെ? വീടിന്റെ പുറകിലിരിപ്പുണ്ട്. നിങ്ങൾ വന്നേ. പാവല്ലേ അയാള്. നീ മിണ്ടായിരുന്നോ? അതാ നിനക്ക് നല്ലത്. ഇന്നീ രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ പേടിച്ചിട്ടല്ലേ നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്തത്. നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടാടി. ഇയാളെ എങ്ങനെയാ നമ്മൾ വിശ്വസിക്കുന്നത്? നമുക്ക് ഇന്നിവിടെ കിടന്നിട്ട് നാളെ പോയാലോ? ഒറ്റ കീറി വെച്ചെന്നാലുണ്ടല്ലോ കേരടി വണ്ടിയിലേക്ക്. കുറേ നാളായി ഞാൻ മര്യാദക്കൊന്ന് ഉറങ്ങിയിട്ട്. ഇനിയെങ്കിലും കുറച്ച് നാളെനിക്ക് മര്യാദക്കൊന്ന് രാത്രി കിടന്നുറങ്ങണം. ഓക്കെ, ഗുഡ് നൈറ്റ്.